ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, നിലവിലിപ്പോൾ ബാലു സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയവും അതേസമയം തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യമായിരുന്നു, വലിയ തിരിച്ചടിയുമാണ് ഉണ്ടാകുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതി വിധി. കാരണം പ്രസിഡൻഷ്യൽ റഫറൻസിന് ആധാരമായ കാര്യം എന്താണ്? രണ്ടംഗ ബെഞ്ചിന്റെ വിധിയിൽ പ്രസക്തമായി പറഞ്ഞിരുന്നത് സമയപരിധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ സമയപരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും നിൽക്കുകയാണ്. മാത്രമല്ല, സുപ്രീം കോടതി ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്: കാലതാമസം ഉണ്ടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ കോടതിക്ക് ഇടപെടാം. ആരായി കാലതാമസം നിശ്ചയിക്കുന്നത്? ഏതാണ് കാലപരിധി? അപ്പൊ കാലപരിധി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ വ്യാഖ്യാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ കോടതിക്ക് ഇടപെടാമെന്ന് പറയുമ്പോൾ സമയപരിധിയെ സംബന്ധിച്ച് വ്യക്തതയില്ലാതെ എങ്ങനെയാണ് കോടതിക്ക് ഇടപെടാൻ കഴിയുക? അതുകൊണ്ട് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ ഒരു അവ്യക്തത നിലനിൽക്കുമ്പോൾ ആ അവ്യക്തത ദൂരീകരിക്കാനുള്ള ബാധ്യത ബഹുമാനപ്പെട്ട കോടതിക്കാണ്, അല്ലെങ്കിൽ കോടതി പാർലമെന്റിന് നിർദ്ദേശം നൽകേണ്ടതാണ്. പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു തരത്തിൽ ഉള്ള നിരീക്ഷണം കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും. ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് എന്നതിനപ്പുറത്ത് ഭരണഘടനയുടെ മൗലികമായ കാഴ്ചപ്പാടുകളെ തകിടം മറിക്കുന്ന നിലയിൽ ഗവർണർമാർ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പ്രസിഡൻഷ്യൽ റഫറൻസ് അടക്കം നടത്തിയത്. ആ പ്രസിഡൻഷ്യൽ റഫറൻസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിശദീകരണം, ശരിയായ ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ഫലത്തിൽ ഇഷ്ടം പോലെ വിവേചനാധികാരം വിനിയോഗിക്കാനുള്ള അവകാശം ഗവർണർമാർക്ക് ലഭിക്കുന്ന സ്ഥിതി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ മാത്രമേ അത് ഉപകരിക്കൂ. നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ, ബില്ലുകൾ എത്ര കാലം വേണമെങ്കിലും പിടിച്ചുവെക്കാനുള്ള അധികാരം, പിടിച്ചുവെക്കാനുള്ള അധികാരം എങ്ങനെയാണ് ഗവർണർമാർക്ക് കൊടുക്കാൻ കഴിയുക? അവർക്കത് നിരാകരിക്കുകയോ ഉൾക്കൊള്ളുകയോ തിരിച്ചയക്കുകയോ ചെയ്യാം. ആ പ്രൊവിഷൻസ് ഉപയോഗിക്കുന്നതിന് പകരം അനന്തമായ കാലതാമസം ഉണ്ടാക്കി ബില്ല് നിയമമാകാതിരിക്കാൻ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വിൽ ഓഫ് ദ പീപ്പിൾ ആണ് ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന ജനാഭിലാഷമാണ്. ജനാഭിലാഷത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയെ സംസ്ഥാന ഭരണത്തലവനായി നിയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ അഭിലാഷത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ജനാധിപത്യ ധ്വംസനമാണ്. ആ ജനാധിപത്യ ധ്വംസനത്തിന് കൂട്ടുനിൽക്കുന്ന നടപടിയാണ് സത്യത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. 100% നിരാശാജനകമായ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്.